ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 9-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LP-UP അസിസ്റ്റന്റ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ന്യൂ SCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. റാങ്ക് ഫയലിന്റെ പ്രൈസ് വരുന്നത് 990 രൂപയാണ്. എന്നാൽ ഇപ്പോൾ ലോഞ്ചിങ് ഓഫറായിട്ട് 950 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോർക്ക് വഴിയോ ഇപ്പോൾ തന്നെ ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യുക. കേരള PCയുടെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. 3 വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ന്യൂ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റാങ്ക് ഫയലിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവറേജ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. ടാലന്റിന്റെ എല്ലാ റാങ്ക് ഫയലുകൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ ലഭ്യമായിരിക്കും. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ്. എന്താണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. റിപ്പോർട്ട് എന്താണ്? 2024 ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 2022-24 കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതെന്നാണ്. ഓർത്തുവെക്കുക, തെലങ്കാനയാണ്. തെലങ്കാനയിലാണ് എന്താണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ റിപ്പോർട്ട് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? 2024 ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പറയുന്നത് 2022-24 കാലഘട്ടത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിന് പ്രകാരം ഈ ഒരു സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഏത് സംസ്ഥാനമാണെന്ന് ഓർത്തു വെക്കുക, കർണാടകയാണ്. കർണാടകയാണെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ എന്താണ് ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ളതിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കർണാടകയാണ്. ഓക്കെ, ഇനി മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, കേരളമാണ്. കേരളമാണ് എന്താണ് മൂന്നാം സ്ഥാനത്തുള്ളത്. കേരളം എത്രാം സ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മൂന്നാം സ്ഥാനത്താണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് സംസ്ഥാനമാണെന്ന് പറഞ്ഞു? തെലങ്കാനയാണ്. കർണാടകയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. കേരളമാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. റിപ്പോർട്ട് പുറത്തുവിട്ടത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ്. എന്താണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 2024 കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴി ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചതിനെ തുടർന്നുള്ള കേസുകളാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ നോക്കിയത് 2024 ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് 2022-24 കാലഘട്ടത്തിലെ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടാണിത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2026 മെയ്യിൽ 45-ാം വാർഷികം ആഘോഷിക്കുന്ന സംഘടന ഏതെന്നാണ്. ഓർത്തു വെക്കുക, ആർട്ട് ഓഫ് ലിവിങ്. എന്താണ്? ആർട്ട് ഓഫ് ലിവിങ് എന്നുള്ള സംഘടനയാണ്. എന്താണ്? 2026 45-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്നാണ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 1981 എന്നാണ്. 1981 നിലവിൽ വന്നത്. ആരാണ് ഈ ഒരു സംഘടന സ്ഥാപിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക. ഗുരുദേവ്. ആരാണ്? ഗുരുദേവ്. ഓർത്തു വെക്കുക, ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ആണ്. എന്താണ് ഈ ഒരു സംഘടന സ്ഥാപിച്ചിരിക്കുന്നത്. ഏത് വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു? 1981 സ്ഥാപിച്ചത്. 45-ാം വാർഷികം ആഘോഷിക്കുന്നത് 2026 കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു 45-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മാനസികാരോഗ്യം, ഗ്രാമവികസനം, പ്രകൃതി സംരക്ഷണം, അതേപോലെ സാമൂഹ്യ പരിവർത്തനം തുടങ്ങിയ മേഖലകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് നടത്തുന്നുണ്ട്, പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതികളുടെ ഉദ്ഘാടനം എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. മാത്രമല്ല ഇതിനൊപ്പം തന്നെ ധ്യാൻ മന്ദിർ, പുതുതായി പണി കഴിപ്പിച്ച ധ്യാൻ മന്ദിരം എന്താണ് ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. എന്താണ് ഈ ഒരു ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ധ്യാൻ മന്ദിർ, പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള ധ്യാൻ മന്ദിർ കൂടി ആര് ഉദ്ഘാടനം ചെയ്യുന്നതാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇനി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സിനിമയുടെ പേര് ഇതാണ്, അമ്മ അറിയാൻ. എന്താണ്? അമ്മ അറിയാൻ എന്നുള്ള ചിത്രമാണ്. എന്താണ്? റിപ്പോർട്ട് ടു മദർ എന്നുള്ള ചിത്രമാണ്. എന്താണ് പ്രത്യേകത? 2026 ക്യാൻ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുത്ത ചിത്രമാണിത്. ഓർത്തു വെക്കുക,
2026 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണിത്. അപ്പോൾ ചിത്രം ഏതാണെന്ന് ഓർത്തു വെക്കുക, അമ്മ അറിയാൻ എന്നുള്ള ചിത്രമാണ്. ഇനി ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക, ജോൺ എബ്രഹാം ആണ്. ആരാണ്? ജോൺ എബ്രഹാം ആണ്. ഓർത്തു വെക്കുക, ജോൺ എബ്രഹാം ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. പ്ലാറ്റ്ഫോമിന്റെ പേര് ഇതാണ്, ജനനി. എന്താണ്? ജനനി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം. മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണിത്. എന്താണ് പേര് നൽകിയിരിക്കുന്നത്? ജനനി എന്നാണ്. എന്താണ്? ജനനി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇതെന്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഒരു സംരക്ഷണം, മാതൃ ശിശു ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ത്രീകളുടെ വിവരങ്ങളെല്ലാം, അവരുടെ ആരോഗ്യ വിവരങ്ങളെല്ലാം എന്താണ്, ഡിജിറ്റൽ രേഖകളെല്ലാം എന്താണ്, അത് സൂക്ഷിക്കുക, അത് നിരീക്ഷിക്കുക, കറക്റ്റ് സമയത്ത് അവരെല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്, ഈ ഒരു മാതൃ ശിശു ആരോഗ്യം എന്താണ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി ജനനിയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജേർണി ഓഫ് ആന്റിനേറ്റൽ നേറ്റൽ ആൻഡ് നിയോനേറ്റൽ ഇന്റഗ്രേറ്റഡ് കെയർ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ ഫോം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്, ഒരു പ്ലാറ്റ്ഫോം ആണ്, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരാണ് അടുത്തിടെ ആരംഭിച്ചത്? ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് ജനനി എന്നുള്ള പ്ലാറ്റ്ഫോം. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, അടുത്തിടെ യൂറോപ്പിലെ ആദ്യത്തെ സമ്പൂർണ്ണ സംയോജിത ലിഥിയം ഖനി ആരംഭിച്ച രാജ്യം ഏതെന്നാണ്. ഏത് രാജ്യമാണെന്ന് ഓർത്ത് വെക്കുക, ഫിൻലൻഡ് ആണ്. ഫിൻലൻഡ് ആണ് എന്താണ്, യൂറോപ്പിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സംയോജിത ലിഥിയം ഖനി ആരംഭിച്ചിരിക്കുന്ന രാജ്യം. അപ്പോൾ ആ ഒരു പ്രത്യേകത എന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്, യൂറോപ്പിലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു സമ്പൂർണ്ണ സംയോജിത ലിഥിയം ഖനി ആരംഭിച്ചിരിക്കുന്നത്. ഏത് രാജ്യമാണ് ആരംഭിച്ചതെന്ന് ഓർത്ത് വെക്കുക, ഫിൻലൻഡ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ്, ഹാൻഡ വൈറസുമായി ബന്ധപ്പെട്ട പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് കൂടി വന്നിരിക്കുകയാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഹാൻഡ വൈറസിലെ വകഭേദം ഏതെന്നാണ്. നോട്ട് ചെയ്ത് വെക്കുക, ആന്റീസ് ആണ് കേട്ടോ. എന്താണ്? ആന്റീസ് എന്നുള്ള വകഭേദമാണ്. ആന്റീസ് എന്നുള്ള വകഭേദമാണ് എന്താണ്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഹാൻഡ വൈറസിന്റെ വകഭേദം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈറസ്, ഹാൻഡ വൈറസ് എന്താണ്, ഒരു ഷിപ്പിലുള്ള വിനോദയാത്രക്കാരെ ബാധിച്ചു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷിപ്പിന്റെ പേര് ഓർത്ത് വെക്കുക, എന്താണ്, MV ഹോണ്ടിയസ്. എന്താണ്? MV ഹോണ്ടിയസ് എന്നുള്ള ഷിപ്പിലാണ്. ഹോണ്ടിയസ് എന്നുള്ള ഈ ഒരു ഷിപ്പിലായിരുന്നു എന്താണ് പടർന്നു പിടിച്ചത്. അവിടെയുള്ള യാത്രക്കാരിൽ ചിലർക്ക് എന്താണ് ഈ ഒരു വൈറസ് കാരണം മരണം സംഭവിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, അർജന്റീനയിൽ നിന്നും അന്റാർട്ടിക്കയിലേക്ക് യാത്ര തിരിച്ച ഈ ഒരു വിനോദസഞ്ചാരികളുടെ ബോട്ടിലാണ് അടുത്തിടെ ഈ ഒരു വൈറസ് എന്താണ് ബാധ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വൈറസ് ബാധ ഈ ഒരു ഷിപ്പിലുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അറ്റ്ലാന്റിക്കിലെ കേപ്പ് വെർദേക്ക് അടുത്തായിട്ട് ഈ ഒരു ഷിപ്പ് എന്താണ് നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇനി ഒരു വൈറസ് ആദ്യമായിട്ട് വന്നത് എവിടെ വെച്ചാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. കൊറിയയിലെ ഹാൻഡൻ. എന്താണ്? ഹാൻഡൻ എന്നുള്ള റിവറിനടുത്തായിട്ട് നദിക്കരയിലാണ് ഈ ഒരു രോഗം, ഈ ഒരു ഹാൻഡ വൈറസ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത്. അപ്പോൾ ഈ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും, ഹാൻഡ വൈറസ് ഹാൻഡൻ എന്നുള്ള നദീതീരത്താണ് ആദ്യമായിട്ട് വ്യാപിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വൈറസ് ബാധ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എലികളിൽ ഉണ്ടാകുന്ന ഈ ഒരു രോഗമാണ്. അപ്പോൾ എന്താണ്, മനുഷ്യരിലേക്ക് എലികളുടെ സ്രവങ്ങളിലൂടെയാണ് ഇത് പകരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി സാധാരണ ഈ ഒരു രോഗം എന്താണ്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാത്തതാണ്. എന്നാൽ അതിൽ ഒരു വകഭേദം കണ്ടെത്തിയിരിക്കുകയാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ഹാൻഡ വൈറസിന്റെ വകഭേദം കണ്ടെത്തി. അതാണ് നമ്മൾ പറഞ്ഞ എന്താണ്, ആന്റീസ് എന്നുള്ള വകഭേദം. ഇനി ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പനി, വയറിളക്കം, അതേപോലെ പേശിവേദന, തലവേദന തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ പോയിന്റ് ഇതാണ്, 2025-26 വനിതാ സൂപ്പർ ലീഗ് കിരീടം നേടിയത് ആരെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, മാഞ്ചസ്റ്റർ സിറ്റി ആണ്. ഏത് ടീമാണ്? മാഞ്ചസ്റ്റർ സിറ്റി ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2025-26 സീസണിലെ വനിതാ സൂപ്പർ ലീഗ് കിരീടം നേടിയിരിക്കുകയാണ്. അപ്പോൾ പോയിന്റ് ടേബിളിൽ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, 2025
2026 ഫിഫ ലോകകപ്പ് ഔദ്യോഗിക ഗാനം ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഡായി ഡായി എന്നുള്ളതാണ്. എന്താണ് ഡായി ഡായി എന്നുള്ളതാണ് 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായിട്ട് വരുന്നത്. ഇനി ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് കൊളംബിയൻ ഗായികയായിട്ടുള്ള ഷക്കീരയാണ്. മാത്രമല്ല 2010 എന്താ വൊക്ക വൊക്ക എന്നുള്ള ഗാനവും കൊളംബിയൻ ഗായികയായിട്ടുള്ള ഷക്കീര തന്നെയാണ് ആലപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു ഗാനത്തിന്റെ, അതായത് ഡായി ഡായി എന്നുള്ള ഗാനത്തിന്റെ ടീസർ എടുത്തിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഗാനം റിലീസ് ആവുന്നത് മെയ് 14 പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 2026 ഫിഫ ലോകകപ്പിന്റെ വേദി എവിടെയാണെന്നാണ്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. 2026 ഫിഫ ലോകകപ്പിന്റെ വേദിയാവുന്നത് 3 രാജ്യങ്ങളായിട്ടാണ്. ഏതൊക്കെയാണ്? മെക്സിക്കോ, അതേപോലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. അതേപോലെ ഭാഗ്യ ചിഹ്നങ്ങളും നമുക്കറിയാവുന്നതാണ്. ഏതൊക്കെയാണ്? മേപ്പിൾ, സായു, ക്ലച്ച്. മേപ്പിൾ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. മേപ്പിൾ, അതേപോലെ സായു എന്താ ക്ലച്ച് എന്നിവയാണ് എന്താണ് 3 ഭാഗ്യ ചിഹ്നങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി ഔദ്യോഗിക പന്ത് ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ട്രയൻഡയാണ്. എന്താണ് 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2026 ഫിഫ ലോകകപ്പ് ഔദ്യോഗിക ഗാനം ഏതാണ്? ഡായി ഡായി എന്നുള്ളതാണ് ഔദ്യോഗിക ഗാനം. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഒളിമ്പിക്സിൽ ബെലാറസ് അത്ലറ്റുകൾ മത്സരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ IOC നീക്കി. എന്താണ്? IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നീക്കി എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഏതാണ്? ബെലാറസ് അത്ലറ്റുകൾക്കുള്ള നിയന്ത്രണമാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്? 2022 റഷ്യ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് റഷ്യയിൽ നിന്നും അതേപോലെ ബെലാറസിൽ നിന്നുമുള്ള അത്ലറ്റുകൾക്ക് ഈ ഒരു ഒളിമ്പിക്സിലൊക്കെ മത്സരിക്കുന്നതിന് എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ ഒരു നിയന്ത്രണങ്ങൾ ബെലാറസിൽ നിന്നുള്ള അത്ലറ്റുകൾക്ക് എന്താണ് അത് നീക്കം ചെയ്തിരിക്കുകയാണ്, മാറ്റിയിരിക്കുകയാണ്. അവർക്ക് എന്താണ് ഇനി പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. 2028 വരാൻ പോകുന്ന 2028 എന്താ ഒളിമ്പിക്സിൽ അവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ റഷ്യക്ക് ഇപ്പോഴും എന്താണ് ഈ ഒരു നിയന്ത്രണങ്ങൾ ബാധകമാണ്. അപ്പോൾ ഇത്തരത്തിൽ 2022 ഈ ഒരു നിയന്ത്രണങ്ങൾ വന്ന സമയത്ത് എന്താ നിഷ്പക്ഷമായിട്ടുള്ളവർക്ക് മാത്രം, അങ്ങനെ ഉള്ളവർക്ക് മാത്രം എന്താണ് മത്സരിക്കാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പോൾ റഷ്യക്ക് എന്താണ് ഈ ഒരു നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്താണ് നിഷ്പക്ഷരായിട്ടുള്ളവർക്ക് മാത്രമേ എന്താണ് മത്സരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒളിമ്പിക്സിൽ ബെലാറസ് അത്ലറ്റുകൾ മത്സരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ IOC എന്താണ് നീക്കിയിരിക്കുകയാണ്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 മെയ്യിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് നോക്കുന്നത്. ഓർത്ത് വെക്കുക, അമൻപ്രീത് സിംഗ് ഗില്ലാണ്. ആരാണ്? അമൻപ്രീത് സിംഗ് ഗില്ലാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. 2026 മെയ്യിലാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം എന്താണ് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരമാണ്. മുൻ ഇന്ത്യൻ അണ്ടർ-19 താരമാണ് അദ്ദേഹം. ഓർത്ത് വെക്കുക, ആരാണ്? അമൻപ്രീത് സിംഗ് ഗില്ലാണ്. അദ്ദേഹം അന്തരിച്ചത് 2026 മെയ്യിലാണ്. ഇനി വരുന്ന PSC എക്സാമുകൾ മികച്ച രീതിയിൽ പരിശീലിക്കുക. നമ്മുടെ SCRT സിലബസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു തീർത്തവർക്ക് ആ ഒരു പഠനം എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്തുവാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ പരിശീലന ചോദ്യങ്ങളുടെ ബുക്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. 4300 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള SCRT മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ എന്താണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സയൻസും അതേപോലെ സോഷ്യൽ സയൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ ചാപ്റ്ററുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ക്ലാസ്സിന്റെയും ഓരോ ചാപ്റ്ററും വെച്ചിട്ട് എന്താണ് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഈ ഒരു പരിശീലന ചോദ്യങ്ങൾ ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറൊക്കെ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു റിപ്പോർട്ടായിരുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇന്ത്യ റിപ്പോർട്ട് 2024 പ്രകാരം 2022-24 കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. 2ാം സ്ഥാനത്തുള്ളത് കർണാടകയാണ്. 3ാം സ്ഥാനത്താണ് കേരളം വന്നിരിക്കുന്നത്. അടുത്ത പോയിന്റ് ഇതായിരുന്നു. 2026 മെയ്യിൽ 45ാം വാർഷികം ആഘോഷിക്കുന്ന സംഘടന ഏതെന്നാണ്? ആർട്ട് ഓഫ് ലിവിംഗ് എന്നുള്ള സംഘടനയാണ്. അപ്പോൾ എന്നാണ് സ്ഥാപിതമായത്? 1981 ഈ ഒരു സംഘടന സ്ഥാപിതമായത്. ശേഷം നമ്മൾ നോക്കിയത് ക്യാൻ 2026 ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്നാണ്? അമ്മ അറിയാൻ എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ഇത് സംവിധാനം ചെയ്തത് ആരാണെന്ന് ഓർത്തു വെക്കുക, ജോൺ എബ്രഹാം ആണ്. ആരാണ്? ജോൺ എബ്രഹാം ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. എന്താണ്? ജനനി എന്നുള്ള പ്ലാറ്റ്ഫോം ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ യൂറോപ്പിലെ ആദ്യത്തെ സമ്പൂർണ്ണ സംയോജിത ലിഥിയം ഖനി ആരംഭിച്ച
ആരംഭിച്ച രാജ്യം ഏതെന്നാണ്? ഫിൻലൻഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഹാൻഡ വൈറസിന്റെ ഒരു വകഭേദമായിരുന്നു നോക്കിയത്. എന്താണ്? ആൻഡീസ് എന്നുള്ള വകഭേദമാണ്. അപ്പോൾ എന്താണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റീസെന്റ് റിപ്പോർട്ട് ചെയ്ത ഒരു വകഭേദം കൂടിയാണ്. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതായിട്ട് കണ്ടെത്തിയ ഹാൻഡ വൈറസിന്റെ വകഭേദമാണെന്നാണ് ആൻഡീസ് എന്നുള്ള വകഭേദം. അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് 2025-26 വനിതാ സൂപ്പർ ലീഗ് കിരീടം നേടിയത് ആരെന്നാണ്? മാഞ്ചസ്റ്റർ സിറ്റി ആണ്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് 2026 ഫിഫ ലോകകപ്പ് ഔദ്യോഗിക ഗാനം ഏതെന്നാണ്? ഡായി ഡായി എന്നുള്ളതാണ് ഔദ്യോഗിക ഗാനം. അതിനുശേഷം നോക്കിയത് ഒളിമ്പിക്സിൽ ബെലാറസ് അത്ലറ്റുകൾ മത്സരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ IOC നീക്കി എന്നുള്ള കാര്യമായിരുന്നു. ബെലാറസിനും റഷ്യയ്ക്കും ഈ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ബെലാറസിന്റെ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. 2026 മെയ്യിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്ന് ഓർത്ത് വെക്കുക? അമൻപ്രീത് സിംഗ് ഗില്ലാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ്? ഓപ്ഷൻ എ ശശി ശേഖർ വെമ്പതി, ഓപ്ഷൻ ബി സഞ്ജയ് മിശ്ര, ഓപ്ഷൻ സി പ്രസൂൺ ജോഷി, ഓപ്ഷൻ ഡി വിക്രം മിശ്രി. 2026 മാധവ മുദ്ര പുരസ്കാരത്തിന് അർഹത നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഷീജ വക്കം, ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ സി പി രാജഗോപാൽ, ഓപ്ഷൻ ഡി KS രവികുമാർ. ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും വേഗത്തിൽ വിന്യസിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ബിഷിം ക്യൂബ്സ് മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ അടുത്തിടെ ഇന്ത്യ കൈമാറിയ രാജ്യം ഏതെന്നായിരുന്നു? ചരിത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ജമൈക്കയ്ക്കാണ് ഇന്ത്യ ഈ ഒരു യൂണിറ്റുകൾ കൈമാറിയത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്നാണ്? വിശാഖപട്ടണമാണെന്നാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.